നമസ്കാരം കൂട്ടുകാരെ. PSC സ്ഥിരമായി ചോദിച്ചു വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് 5 സെക്കൻഡിനുള്ളിൽ എങ്ങനെ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതിന് ഈ കാണുന്ന 7 ഐഡന്റിറ്റീസ് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 0.5 ക്യൂബ് പ്ലസ് 0.6 ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 0.5 സ്ക്വയർ മൈനസ് 0.3 പ്ലസ് 0.6 സ്ക്വയർ ഇൻറ്റു 2 ക്യൂബ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു കാര്യം ചെയ്യാം. ഈ 0.5 അല്ലെങ്കിൽ 0.5നെ നമുക്ക് എ എന്ന് എടുക്കാം. അപ്പോൾ എന്ത് വരും? എ ഈക്വൽ ടു 0.5, ബി ഈക്വൽ ടു 0.6 എന്ന് എടുക്കാം. ബി ഈക്വൽ ടു 0.6. എ ബി എന്ന് പറയുന്നത് 0.5 ഇൻറ്റു 0.6 എന്ത് വരും? 0.30, അതായത് 0.3. ഇനി നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. ഇങ്ങനെ എഴുതാമല്ലോ. നോക്കിക്കേ, 0.5നെ എ എന്നെടുത്തു, എ ക്യൂബ്, ബി ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 0.5 എ സ്ക്വയർ, 0.3 എന്താ? എ ബി അല്ലേ, എ ബി എന്നെടുത്തു. ഇതിനെ 0.6 സ്ക്വയറിനെ ബി സ്ക്വയർ എന്ന് എടുത്തു. ഇത് ഈ 2 ക്യൂബ് അവിടെ കിടക്കട്ടെ കേട്ടോ. ഇനി നമുക്ക് ഇത്രയും സിംപ്ലിഫൈ ചെയ്യാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. ഇങ്ങനെ എഴുതാമല്ലോ. ഡിവൈഡഡ് ബൈ താഴെ കിടക്കുന്ന അതേപടി എഴുതുക. എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ. നോക്കിക്കേ, ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് എ ബി. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി എന്ന് വരും. എ പ്ലസ് ബി എന്താണ്? ഈക്വൽ ടു എ 0.5 പ്ലസ് ബി എന്ന് പറയുന്നത് 0.6 എന്ത് വരും? ഈക്വൽ ടു 1.1 എന്ന് വന്നു. ഇത്രയും പോർഷൻസ് സിംപ്ലിഫൈ ചെയ്തപ്പോൾ നമുക്ക് 1.1 എന്ന് കിട്ടി. ഇൻറ്റു 2 ക്യൂബ് ഈക്വൽ ടു എത്രയാ? 1.1 ഇൻറ്റു 2 ക്യൂബ് എന്ത് വരും? 8 എന്ന് വരും. 8 ഇൻറ്റു 1.1 ഈക്വൽ ടു 8.8. ഇതായിരിക്കും ആൻസർ. ഇതാണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 8,937 പ്ലസ് 7,865 ഹോൾ സ്ക്വയർ മൈനസ് 8,937 മൈനസ് 7,865 ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ 8,937 ഇൻറ്റു 7,865. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്യും അല്ലേ? ഇവിടെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നോക്കിക്കേ, ഈ നമ്പർ തന്നെയാണല്ലോ ഇവിടെയും എല്ലാം റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഇതേ നമ്പറാണ് ഇവിടെയും എല്ലാം വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? എ ഈക്വൽ ടു 8,937 എന്ന് എടുക്കാം. പിന്നെന്താ? ബി ഈക്വൽ ടു 7,865 എന്നും എടുത്തു. ഇനി എന്താ ചെയ്യണ്ടേ? ഇതിനെ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് ഇതും അതുപോലെ തന്നെ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി അല്ലേ? എ ഇൻറ്റു ബി. ഇതിനെ നമുക്ക് അങ്ങ് എക്സ്പാൻഡ് ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ എന്താ? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് എ മൈനസ് ബി എക്സ്പാൻഡ് ചെയ്തേ, എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ മൈനസ് 2ab ഹോൾ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി എന്താണ്? എ ബി. ഇനി എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഇതിനെ ബ്രാക്കറ്റിൽ നിന്ന് പുറത്തേക്ക് എടുക്കാം. അതായത് ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്യാം. അപ്പോൾ എന്ത് വരും? എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab മൈനസ് അകത്തേക്ക് പോകുമ്പോൾ മൈനസ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ മൈനസ് ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് 2ab പിന്നെന്താ? ഹോൾ ഡിവൈഡഡ് ബൈ എ ബി. ഇനി നോക്കിക്കേ, ഇവിടെ എ സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് എ സ്ക്വയർ ഉണ്ട്, ക്യാൻസൽ ചെയ്യാം. ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ മൈനസ് ബി സ്ക്വയർ ഉണ്ട്, അതും ക്യാൻസൽ ചെയ്യാം. പിന്നെ എന്താണ് വരുന്നത്? പ്ലസ് 2ab ഈക്വൽ ടു എന്ത് വരും? 4ab ഡിവൈഡഡ് ബൈ എ ബി എന്ന് വരും. എ ബിയും ക്യാൻസൽ ചെയ്തു. പിന്നെ എന്ത് വരും? 4. ഇതായിരിക്കും ആൻസർ. നോക്കിക്കേ, നമുക്ക് ഈ നമ്പേഴ്സ് ഒന്നും ഉപയോഗിക്കേണ്ടി വന്നതേ ഇല്ല. നമ്മൾ എയും ബിയും വെച്ച് തന്നെ ഫൈനൽ ആൻസറിൽ എത്തി അല്ലേ? ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് കണ്ടോ, കുറച്ച് വലിയ വാല്യൂസ് ആണ്. ഈ വാല്യൂസ് കണ്ട് പേടിക്കേണ്ട. ഇവിടെ നമുക്ക് എ ഈക്വൽ ടു 75,983 എന്നെടുത്തു. അങ്ങനെയാണെങ്കിൽ ബി എന്ത് വരും? ഈ 45,983 വരും അല്ലേ? 45,983 കണ്ടോ, രണ്ടും 983 വെച്ചാണ് അവസാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ബി എന്ത് വരും? 30,000 എന്ന് വരും. ഇനി നമുക്ക് ചെയ്താലോ? ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എ സ്ക്വയർ
മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ എ മൈനസ് ബി എന്ന് എഴുതാം അല്ലേ. എ മൈനസ് ബി ആണ് 30,000. അങ്ങനെയാണെങ്കിൽ ഇതിനെ നമുക്ക് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയറിൻ്റെ ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചല്ലോ. എങ്ങനെയാണ്? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ഡിവൈഡഡ് ബൈ എ മൈനസ് ബി. കണ്ടോ? അപ്പോൾ ഇത് രണ്ടും ക്യാൻസലായി. അപ്പോൾ എന്ത് വരും? എ പ്ലസ് ബി എന്ന് വരും. എ പ്ലസ് ബി എന്തായിരിക്കും? ഈ എയും ബിയും കൂടെ തമ്മിൽ ആഡ് ചെയ്താൽ മതി. ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എത്രയാണ്? 1,21,966. ഇതായിരിക്കും ആൻസർ. ഇതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 4, എക്സ് വൈ ഈക്വൽ ടു 5. ഇത് രണ്ടും നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എത്ര വരും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. ഇത് നമ്മൾ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്യുന്നത്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് പ്ലസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. ഇവിടെ നമുക്ക് എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഉണ്ട്. ഇതാണല്ലോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ മാത്രം ഒരു സൈഡിൽ എഴുതാം. എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഈക്വൽ ടു ഈ സൈഡിലുള്ളത് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ്. ഇതിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താകും? മൈനസ് ആകും. അപ്പോൾ എന്ത് വരും? മൈനസ് 3ab ഇൻറ്റു എ പ്ലസ് ബി എന്ന് വരും. ഇനി നോക്കിക്കേ, എ പ്ലസ് ബിയുടെ വാല്യൂ നമുക്കറിയാം. എന്താണ്? 4. അപ്പോൾ ഇതിനെ 4 ക്യൂബ് എന്ന് എഴുതാം. മൈനസ് എ ബിയുടെ വാല്യൂ അറിയാമല്ലോ. എ ബി എന്നാൽ എക്സ് വൈ. എന്താണ്? 3 ഇൻറ്റു 5 എന്ന് എഴുതാം. പിന്നെ നമ്മുടെ കയ്യിലുള്ളത് എന്താണ്? എ പ്ലസ് ബി. എ പ്ലസ് ബി നമുക്കറിയാം 4 ആണല്ലേ. അപ്പോൾ ഇൻറ്റു 4. ഇനി നമുക്ക് എങ്ങനെ ചെയ്യാം? 4 ക്യൂബിൻ്റെ വാല്യൂ എന്താണ്? 64 മൈനസ് 5 ഇൻറ്റു 3 15. 15 ഇൻറ്റു 4 60. അങ്ങനെ ആകുമ്പോൾ ഫൈനൽ ആൻസർ എന്ത് വരും? 64 മൈനസ് 60 ഈക്വൽ ടു 4. ഇതാണ് എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്നതിൻ്റെ വാല്യൂ. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5, എക്സ് വൈ ഈക്വൽ ടു 6. എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് നമുക്ക് കണ്ടുപിടിക്കണം. നേരത്തെ ചെയ്തതുപോലെ തന്നെ നമുക്ക് അവിടെ നമ്മൾ എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എടുത്തെങ്കിൽ ഇവിടെ നമ്മൾ എ മൈനസ് ബി ദ ഹോൾ ക്യൂബ് എടുക്കണം. കാരണം എന്താ? ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് മൈനസ് വൈ ക്യൂബ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈക്വൽ ടു എ ക്യൂബ് മൈനസ് ബി ക്യൂബ് മൈനസ് 3ab ഇൻറ്റു എ മൈനസ് ബി. ഇവിടെ നമുക്ക് ഏതാ കണ്ടുപിടിക്കേണ്ടത്? ഈ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് മാത്രം നമുക്ക് ഒരു സൈഡിലേക്ക് എഴുതാം. എ ക്യൂബ് മൈനസ് ബി ക്യൂബ് ഈക്വൽ ടു ഇതങ്ങനെ തന്നെ എഴുതാം അല്ലേ. എ മൈനസ് ബി ദ ഹോൾ ക്യൂബ്. ഇത് അപ്പുറത്തേക്ക് പോകുമ്പോൾ എന്ത് വരും? പ്ലസ് 3ab ഇൻറ്റു എ മൈനസ് ബി എന്ന് വരും. ഇനി നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എ മൈനസ് ബി എന്താ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു 5. 5 ക്യൂബ് പ്ലസ് 3 ഇൻറ്റു എ ബി. എ ബി എന്നാൽ എക്സ് വൈ. എന്താണിത്? 6. 3 ഇൻറ്റു 6 ഇൻറ്റു എ മൈനസ് ബി 5 ഇൻറ്റു 5. ഇനി 5 ക്യൂബിൻ്റെ വാല്യൂ എത്രയാണ്? 125 പ്ലസ് 6 ഇൻറ്റു 5 എത്രയാണ്? 30. 30 ഇൻറ്റു 3 90. അപ്പോൾ എന്ത് വരും? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് 215 എന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. ഇനി നെക്സ്റ്റ് പാർട്ടിൽ നമ്മൾ വീണ്ടും ഇതുപോലെ സിംപ്ലിഫിക്കേഷൻ ട്രിക്സുമായിട്ട് വരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്